തുല്യം യേശുവേ ജീവനേ സ്വന്തമേ അങ്ങേ മത്തായി 17:19 വായിച്ചോളൂ. അനന്തരം ശിഷ്യന്മാർ തനിച്ച് യേശുവിനെ സമീപിച്ച് ചോദിച്ചു. എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? യേശു പറഞ്ഞു. ഇതിന്റെ പോക്ക് കണ്ടല്ലേ? അപ്പൊ കഴിയാത്ത കാര്യങ്ങൾ അപ്പോസ്തലന്മാർക്ക് വരെ ഉണ്ടെന്നർത്ഥം. അപ്പം നിങ്ങൾക്ക് കഴിയണില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് കാര്യമൊന്നുമില്ല. അപ്പോൾ കർത്താവിൻ്റെ കൂടെ നടന്നിട്ട് പോലും ചില കാര്യങ്ങൾ ചെയ്യാൻ അപ്പോസ്തലന്മാർക്ക് കഴിവില്ല. എന്തുകൊണ്ടാണ് കാര്യം? അതാണ് ഈ ഫസ്റ്റ് ലെവൽ ഫെയ്ത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ കഴിയത്തില്ല. ഉറപ്പല്ലേ? ഫസ്റ്റ് ലെവൽ ഫെയ്ത്ത് ഉപയോഗിച്ചാൽ ചില കാര്യങ്ങൾ അപ്പോസ്തലന്മാർക്ക് പോലും കഴിയത്തില്ല. എന്നിട്ട് ഈശോ പറയും, നിങ്ങളെ ഇങ്ങനെയുള്ള ഇതിൻ്റെ ഗ്രേഡ് കൂടിയ സംഭവമാണ്. ഈ ഗ്രേഡ് കൂടിയ സംഭവങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം പോരാതെ വരും. പിന്നെ എന്ത് ചെയ്യണം? പ്രാർത്ഥന വേണം. പിന്നെ എന്ത് ചെയ്യണം? ചിലത് പ്രാർത്ഥന കൊണ്ട് ശരിയാകത്തില്ല. എന്താ കാര്യം? ചില കയ്യെഴുത്ത് പ്രതികളിൽ പ്രാർത്ഥന കൊണ്ടല്ലാതെ കിടക്കുന്നുണ്ടെങ്കിലും ചില കയ്യെഴുത്ത് പ്രതികളിൽ കിടക്കണ എന്താണ്? നമ്മളെ അതായത് മൊബൈലിൽ കാണത്തില്ല അത്. അതായത് മത്തായി 17 ബൈബിളിലെ മത്തായി 17 അധ്യായത്തിൻ്റെ താഴെ ടിപ്പണിയിലുണ്ട്. അതായത് ഫുഡ് നോട്ടിലുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ചില കയ്യെഴുത്ത് പ്രതികളിൽ 17 അധ്യായം 21 വാക്യമായി പ്രാർത്ഥനയും ഉപവാസവും വഴി അല്ലാതെ ഈ വരകത്തെ പുറത്താക്കാനാവില്ല എന്ന് ചേർത്ത് കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ചില ബന്ധനങ്ങൾ അഴിക്കണമെങ്കിൽ പ്രാർത്ഥന മാത്രം പോരാ. പിന്നെന്ത് വേണം? ഉപവാസം വേണം. മനസ്സിലായില്ലേ? അതാണ് ഈ ഉടമ്പടിയിൽ ഉപവാസം ചേർത്തിരിക്കുന്ന കാര്യം. മേജർ കാര്യങ്ങളെ പൊക്കിയെടുക്കാൻ വേണ്ടിയാണ്, ബലം കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പം 5 കിലോ പൊക്കണമെങ്കിലും 10 കിലോ പൊക്കണമെങ്കിലും ഒരേ ബലം മതിയാണ്. 5ാം ക്ലാസ്സുകാരൻ ചിലപ്പോൾ 5 കിലോ പൊക്കും. പക്ഷേ 5 കിലോ അവന് 10 കിലോ അവന് പൊക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പൊക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? 10ാം ക്ലാസ്സുകാരൻ അവൻ്റെ ബോഡി വെയിറ്റ് 10ാം ക്ലാസ്സിൻ്റെ ശരീരപ്രകൃതിയുള്ള ആളിന് അത് പൊക്കാം. അപ്പോൾ വിശ്വാസം നമ്മുടെ നമ്മുടെ ശരീരത്തിൻ്റെ വയസ്സ് വളരണ പോലെ വിശ്വാസം വളരണമെന്നുണ്ടാകുന്ന നോക്കണം. നമ്മളെപ്പോഴും എൻ്റെ കൂടെ ആപ്പിള്ളി എന്നും പറഞ്ഞുകൊണ്ട് ഒരു ബ്രദറുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ അയാളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടും കൊന്തയെല്ലാം നിൽക്കും. സെമിനാരി ഇംഗ്ലീഷ് കൊന്ത. അപ്പോൾ കൊന്തയിലുള്ള സമയത്ത് ഈ ആപ്പിളിയുടെ കയ്യിലൊരു കൊന്ത ഉണ്ടാകും, എൻ്റെ കയ്യിലും കൊന്ത ഉണ്ടാകും. ഞാനിങ്ങനെ അച്ഛന്മാരെ പേടിച്ചും ദൈവത്തിനെ പേടിച്ചുമൊക്കെ കൊന്തയെല്ലാം വൃത്തിമേനയായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ആപ്പിളിൽ എന്നിരുന്ന് ആപ്പിളിൻ്റെ മെയിൻ പരിപാടി ഞങ്ങൾക്കവിടെ സെമിനാരി ബാസ്കറ്റ് കളിക്കാം, ഫുട്ബോൾ കളിക്കാം, അതുപോലെ തന്നെ കരാട്ടയ്ക്ക് പോകാം. എന്ത് വേണമെങ്കിലും വൈകുന്നേരം 5 മണിക്ക് 1 മണിക്കൂർ എന്ത് വേണം ചെയ്യാം. ഫിസിക്കലായിട്ട് എക്സസൈസിൻ്റെ ടൈമാണ്. ആപ്പിളിൽ ഇതൊന്നും പോകത്തില്ല. ആപ്പിൾ ജിംനേഷ്യത്തിലേ പോകത്തുള്ളൂ. ആ സമയത്ത് ആപ്പിളിൻ്റെ ജിംനേഷ്യത്തിലേ പോകത്തുള്ളൂ. അപ്പോൾ ആപ്പിൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് കുളിച്ച് കഴിഞ്ഞിട്ട് ഈ ജിംനേഷ്യത്തിൽ പോയിട്ട് വന്നിട്ട് കുളിക്കും. ശരീരം തണുത്ത് കഴിയുമ്പോൾ കുളിച്ച് വന്നിട്ട് ഞങ്ങളെല്ലാം പിന്നെ കൊന്തക്ക് കയറും. കൊന്തക്ക് കയറുന്ന സമയത്തെല്ലാം ആപ്പിൾ ജിംനേഷ്യത്തിൽ ഇരിക്കുന്ന സമയത്ത് കണ്ണാടി വെച്ചുകൊണ്ട് ഏത് മസിലാണ് പൊങ്ങിയത്, എത്താണ് താന്നത്, വയറിൽ എത്ര മസിൽ വന്ന്, 6 പാക്ക് വന്നാൽ ഇപ്പം 4 വന്നുള്ള 5 വന്നാന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. കണ്ണാടി നോക്കത്തില്ലേ? അതുപോലെ ഈ കൊന്തയിലുള്ള സമയത്ത് കണ്ണാടി നോക്കാൻ പറ്റത്തില്ല. കൊന്തയിലുള്ള സമയത്ത് ശരീരം ഈ ഇവിടം വരെ ഉടുപ്പിട്ടിരിക്കുകയല്ലേ. ആപ്പിൾ നോക്കണ വെച്ചാൽ ഈ മസിൽ ചുട്ടി എന്നെ കാണിക്കും കൊന്തയിട്ടിട്ടൊക്കെ. ഇതിനകത്ത് മസിലാണ്. എന്നുവെച്ചാൽ എൻ്റെ കയ്യിൽ മസിലൊന്നും ഇല്ലല്ലോ. ആപ്പിളിൻ്റെ കയ്യിൽ 5-6 മസിലുണ്ട്.
അതിങ്ങനെ ഡംബൽസ് പിടിച്ച് മസിൽ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ നന്മ നിറഞ്ഞ പറയുന്നത് ജല്ലിക്കെട്ടിക്കണ സമയത്ത് പരിശുദ്ധ പറഞ്ഞ് ചെല്ലുമ്പോൾ ആ പുള്ളി കൈ ചുരുട്ടി എന്നെ കാണിക്കും. നോക്കിയേ എത്ര മസിലായെന്ന് നോക്കി. എന്നാ പറ്റി? ആ പുള്ളി ആ കൊല്ലം തന്നെ സെമേരിന്ന് പോയി. അതാണ് വിഷയം. എന്തായാലും ഞാൻ ആ പുള്ളി എപ്പോഴും ഓർത്തിരിക്കും. ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ വലിയ വക്കീലാണ് പുള്ളി. കാരണം അദ്ദേഹത്തിൻ്റെ വിളി അതായിരുന്നു. പക്ഷേ ഞാനിവിടെ നിൽക്കുന്നു. അതാണ് വിഷയം. നമ്മളെങ്ങനെ ദൈവദിനത്തിനെ പെരുമാറുന്നത് അതനുസരിച്ചായിരിക്കും നമ്മളുടെ ഭാവിയെല്ലാം നിശ്ചയിക്കപ്പെടുന്നത്. അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മനുഷ്യൻ പ്രാർത്ഥന ഇടക്ക് പോലും അയാൾ നോക്കിയത് മസിലെത്രണ്ണം കട്ട കൂടി എന്നാണ് നോക്കുന്നത്. അത് അയാൾക്ക് ആ പരീക്ഷ ശരീരത്തെക്കുറിച്ച് അത്രയും ജാഗ്രതയുണ്ടല്ലോ. ഇത്രയെങ്കിലും ജാഗ്രത നമുക്ക് പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് ഉണ്ടാകണം. ഓരോ ദിവസം ചെല്ലും തോറും നമ്മുടെ വിശ്വാസം വളർന്നതും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. മനസ്സിലായില്ലേ? അയാൾ പ്രാർത്ഥന ഇടക്ക് പോലും അയാളുടെ ശരീരം വളർന്നതെന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും നിങ്ങൾ പോയി സിനിമ കണ്ടാലും ശരി, അപ്പോഴും വിശ്വാസത്തെക്കുറിച്ച് നമുക്കൊരു ജാഗ്രത ഉണ്ടാകണം. ഇതിൽ വളരുന്നുണ്ടോ ഒന്ന് പ്രാർത്ഥിച്ച്. കർത്താവായ ദൈവമേ, വയസ്സ് വളരുന്നതനുസരിച്ച് വിശ്വാസത്തിൽ വളർച്ച ഉണ്ടാകുവാൻ അങ്ങ് നൽകുന്ന വിഷയങ്ങളോട് സുവിശേഷ വിഹിതമായി പ്രതികരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുകളിലായി ഇപ്പോഴും നിൽക്കുവാൻ ആരാധനയിലൂടെ അധിക അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് പാടുക. കൊണ്ട് വിഷയം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അതായത് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളെയാണ്. നമ്മൾ ഉടമ്പടിയിൽ ഇപ്പം നേരത്തെ എന്താ പറഞ്ഞത്? വിശ്വാസം കേൾവിയിൽ നിന്നും, അല്ലേ എന്നല്ലേ പറഞ്ഞത്? അതേതാ വചനം? റോമ 10:17. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നും. അതാണ് ഈ പ്രഥമ പാഠം എന്ന് പറയണത്. വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠമാണ്. ഇനി എന്താ പറയുന്നത്? വിശ്വാസം കേൾവി എന്ന് പറയുമ്പോൾ അറിവാണ്. മനസ്സിലായില്ലേ? വിശ്വാസം അറിവിൽ നിന്ന്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ നിന്ന് കിട്ടിയാൽ കുറച്ച് നമുക്ക് ഈ അറിവ് വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. മനസ്സിലായി? വിശ്വാസം കേൾവി എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വാസം ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവാണത്, അല്ലേ? അപ്പോൾ ബൈബിൾ വായിച്ചാലും ബൈബിൾ പ്രസംഗം കേട്ടാലും നമുക്ക് എന്താ സംഭവിക്കണത്? യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് കിട്ടും, ഇല്ലേ? അങ്ങനെ വിശ്വാസം അറിവിൽ നിന്നും, അപ്പോൾ വിശ്വാസം അറിവിൽ നിന്നും, ഈ അറിവ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിവ് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, ഇല്ലേ?
അത് ലെവലാണ്. പക്ഷെ പ്രാർത്ഥന കൊണ്ട് ചില കാര്യങ്ങൾ നടക്കത്തില്ല. അതിനെന്ത് ചെയ്യണം? ഉപവസിക്കണം. അതാണ് 17:21. പ്രാർത്ഥന കൊണ്ടും ചില ഗ്രേഡുകൾ, അതായത് ചില ബന്ധങ്ങൾ, ആ പിശാചിനെ ഉപേക്ഷിക്കാൻ ഒഴിപ്പിക്കാൻ 10 ദിവസത്തിന് പോലും കഴിഞ്ഞില്ല. അപ്പോൾ അവർ ചോദിച്ചു, ഒരു പ്രോബ്ലം ഉണ്ടല്ലോ. കർത്താവിനോട് ചോദിച്ചേ, കർത്താവ്, എൻ്റെ വിശ്വാസ വളർച്ചയിലൊരു പ്രോബ്ലം ഉണ്ട്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്കതിനെ ഒഴിപ്പിക്കാൻ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതിരുന്നത്? അപ്പം നിങ്ങൾ പല പ്രശ്നങ്ങൾ എഴുതിയിട്ടില്ലേ ഉടമ്പടിയിൽ? ഇല്ലേ? ചിലത് നിങ്ങൾക്ക് നടക്കത്തില്ല. അതെന്താ കാരണം? അതാണ് അപ്പോസ്തലന്മാർ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്കതിനെ ഒഴിപ്പിക്കാൻ കഴിയാതിരുന്നതുകൊണ്ട്? അപ്പോൾ കർത്താവ് എന്താ പറയണത്? നിങ്ങൾക്ക് വിശ്വാസം കുറവേ ഉള്ളൂ, അതാണ് കാരണം. അല്ലേ? അതിന് മറുപടി പറഞ്ഞത് എന്താണ്? 17:20. യേശു പറഞ്ഞു നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ. അപ്പോൾ എന്താ പ്രശ്നം? പ്രാർത്ഥനയിലൂടെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഫെയ്ത്ത്, അതായത് പ്രഥമ പാഠം എന്താണ്? വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠം എന്ന് പറഞ്ഞിട്ടില്ലേ? അതായത് അത് ഹെബ്രായർ എത്രയാണ്? 6. ഹെബ്രായർ 6:1 വായിച്ചേ. അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. ഈ പ്രശ്നങ്ങൾ അധികരിക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മളിങ്ങനെ ഫെയ്ത്ത് മച്യൂരിറ്റിയിലേക്ക് ദൈവം വളർത്തുകയാണത്. പിടികിട്ടിയേ? അല്ലാതെ ഇങ്ങനെ എന്തുകൊണ്ടാണ് ചില പറയാം. ഇപ്പോൾ പണ്ട് വിജയകുമാർ സാർ എന്നോട് പറയുമായിരുന്നു, പ്രോബ്ലംസ് ആർ ഇൻ ക്യൂ എന്നാ പറയണത്. അതായത് ഓരോ ദിവസവും ഓരോ പ്രശ്നം ഉണ്ടാകും. എത്ര പ്രാർത്ഥനയ്ക്ക് കുഴപ്പമൊന്നുമില്ല, വിശുദ്ധ ജീവിതത്തിന് കുഴപ്പമില്ല, പക്ഷേ പ്രശ്നം ഒഴിഞ്ഞിട്ട് നേരം ഉണ്ടാകത്തില്ല. അപ്പം നമ്മളവർക്ക് അയ്യോ ഞാൻ ഇത്രയും പ്രാർത്ഥിക്കണമല്ലോ, എന്നിട്ട് എന്താണ് പിന്നെയും പ്രശ്നം തന്നെ. നമ്മളെന്താ ചെയ്യണത്? പിന്നെയും പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ ഈ ഉടമ്പടി എടുത്തിരിക്കുന്നത്. പിടിയിട്ടില്ലേ? നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? പിന്നെയും പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ്. പക്ഷെ ചിലർ പറയും, അച്ഛാ നമുക്ക് ഈ പ്രാർത്ഥിക്കുന്നതോറും പ്രശ്നമാണല്ലേ അച്ഛാന്ന് ചോദിക്കും. ആ ചിലർക്ക് എങ്ങനെ അപ്പോൾ പ്രാർത്ഥിക്കാതിരിക്കണമല്ലേ നല്ലതെന്ന് ചോദിക്കും. അതാണ് അവർ ഉദ്ദേശിക്കണത്. പ്രാർത്ഥിച്ചില്ല പിന്നെ പ്രശ്നമില്ലല്ല, പ്രാർത്ഥിക്കുമ്പോഴല്ലേ ഈ പ്രശ്നം ഉണ്ടാകണത്. ചിലർക്ക് പ്രാർത്ഥിക്കുന്നതോറും പ്രശ്നം ഉണ്ടാകും. അപ്പോസ്തലന്മാർക്ക് പ്രാർത്ഥിക്കുന്നതോറും പ്രശ്നം ഉണ്ടായി. എന്താ പ്രശ്നം ഉണ്ടായത്? നേരത്തെ അവർക്ക് വിശക്കണ പ്രശ്നങ്ങളുള്ളു. അത് വലിയോടത്ത് നോക്കി കട്ടുതിന്ന ചെയ്യുമ്പോൾ പത്രോസ് വരെ കണ്ടവൻ്റെ പുരയിടത്തിൽ നിന്ന് ഗോതമ്പ് കട്ടുന്ന പാർട്ടിയാണ്. അത് സാധാരണ മനുഷ്യരല്ലേ. അപ്പം അതുകൊണ്ട് അതൊന്നും ഈശോയ്ക്ക് അതൊന്നും പ്രശ്നമല്ലേ. പക്ഷേ അങ്ങനെയാണെങ്കിലും ആ ഒരു ഫെയ്ത്തിലൊന്നും അത് പുള്ളിക്ക് ഉപവാസം ഇല്ലാഞ്ഞിട്ടല്ല അങ്ങനെ ചെയ്തത്. അപ്പം ഈശോ എന്നാ പറയണത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇറ്റ്സ് ഓക്കെ, പക്ഷേ ഒരു ഗ്രേറ്റർ പ്രോബ്ലം വന്നാൽ നീ ഗോതമ്പ് കട്ടുന്ന തീരത്തില്ല പ്രശ്നം. കാര്യം എന്താണ്? ഉപവസിക്കുക തന്നെ ചെയ്യണം. പിടിയിട്ടില്ലേ? പരിശുദ്ധ ദേവമാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ തിരുക്കുമാരൻ സാന്നിധ്യമുള്ള ഈ പരിശുദ്ധ ആൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് ദൈവപിതാവെ അവിടുത്തോട് നന്ദി. 2019 സെപ്റ്റംബറിൽ 18-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനം ഒന്ന് ഉടമ്പടി എടുക്കുന്നത്. ആ ഉടമ്പടി ഒരാഴ്ച മുമ്പ് വരെ എനിക്ക് കൃപാസനത്തെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. വീട് റിനേറ്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു ചിട്ടിക്ക് വേണ്ടി ചെന്ന സമയത്ത് അന്നവർ ചിട്ടിയില്ല എന്ന് പറഞ്ഞൊരു സമയത്ത് ഞാൻ വളരെ വേദനയോടെ അവിടെ കപ്പളയുണ്ട്, ഞങ്ങൾ സ്ഥിരം പോകുന്നൊരു കപ്പളയാണ്. കപ്പളയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മോളുടെ ഫ്രണ്ടിൻ്റെ അമ്മയാണ് എനിക്ക് ആദ്യമായിട്ട് കൃപാസന പത്രം കൊണ്ട് തരുന്നത്. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ മേടിച്ചു, ചേർത്ത് വെച്ചു. കുറച്ച് നേരം കൊണ്ട് മാതാവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ച ശേഷം തിരിച്ചു ഇറങ്ങി. ഇറങ്ങി വരുന്ന സമയത്ത് ആ ചിട്ടി തരാമെന്ന് പറഞ്ഞു. ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചിട്ടി ഞാൻ ഡ്രോപ്പ് ചെയ്തു, പക്ഷേ ദീപയ്ക്ക് പൈസയ്ക്ക് ആവശ്യങ്ങളുള്ളതുകൊണ്ട് വന്നാൽ മതി, ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞു. അമ്മയുടെ അത്ഭുതങ്ങളെക്കുറിച്ച് അറിയുന്നതിന് മുമ്പേ എനിക്ക് അമ്മ തന്നൊരു അനുഭവമായിരുന്നു അത്. അതിനുശേഷം ഞാൻ ഒരു കട നടത്തുമായിരുന്നു, തയ്യലും ഡ്രൈ ക്ലീനിങ്ങുമായിട്ട്. കടയിൽ വന്നിരിക്കുമ്പോൾ വളരെ അവിചാരിതമായിട്ടൊരു ചേച്ചി കടയിൽ വന്നു, വീടിനടുത്തുള്ളതാണ്. അപ്പോൾ ചേച്ചി ഞാൻ ഈ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടപ്പനോട് ചോദിച്ചു, പോകാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ച്. എനിക്ക് അന്ന് തന്നെ ഇങ്ങോട്ട് പോകാനുള്ളൊരു അവസരം ഉണ്ടായി. ഒരാഴ്ച ശേഷം ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്തു.
ഒന്നാമത് പുതുക്കി കഴിഞ്ഞ ശേഷം എനിക്ക് സാക്ഷ്യം പറയാനുള്ള അവസരം ഉണ്ടായി. ശേഷം മാർച്ച് മാസത്തിൽ COVID-19 വന്ന് പിന്നീട് വരാൻ ഒത്തില്ല. വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചെങ്കിലും വരാൻ ഒരു സാഹചര്യം എനിക്കുണ്ടായില്ല. അങ്ങനെ ഇരിക്കുന്ന 2025 ജനുവരി മാസത്തിൽ, അതും വീടിനടുത്ത് തന്നെയുള്ള ചേച്ചിയാണ്. ചേച്ചി എനിക്കൊരു പത്രം തരുകയാണ്. അപ്പോൾ ഞാൻ ചേച്ചിയോട് ചേച്ചി പോകാറുണ്ടോ എന്ന് ചോദിച്ചു. പോകാറുണ്ടെന്ന് ചേച്ചി പറഞ്ഞു. ഞാൻ പോകാറുണ്ടെന്ന് പറഞ്ഞു. അന്ന് ചേച്ചിയോട് സംസാരിച്ച് അവരുടെ കൂട്ടത്തിൽ പിന്നെ വരുന്ന സമയത്ത് വരാനൊരു അവസരം എനിക്കുണ്ടായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഫെബ്രുവരിയിൽ ഒരു സാക്ഷ്യം കേൾക്കുവാണ്. ഇസ്രായേലിൽ പോകാനായിട്ട് ഒരു പെൺകുട്ടി അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതും അവർക്ക് വന്ന തടസ്സങ്ങളും പിന്നീട് മാതാവിൻ്റെ മധ്യസ്ഥയിൽ ആ തടസ്സം മാറുന്നതിനെക്കുറിച്ചാണ് കേട്ടത്. അപ്പോൾ ഞാനും ആലോചിച്ചു, എന്തുകൊണ്ട് എനിക്കും ഇസ്രായേലിന് പോകാൻ ട്രൈ ചെയ്തുകൂടാ എന്നൊരാലോചന വീട്ടിൽ ചെന്ന് ചോദിച്ചു. വീട്ടിൽ നിന്ന് അനുവാദം തന്നു. ഞാൻ മാർച്ച് 3 ഞാൻ പാസ്പോർട്ടിന് അപേക്ഷ വെച്ചു. മാർച്ച് 10 ഇവിടെ വന്നു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വരുന്നതുകൊണ്ട് പുതുക്കി തരുമോയെന്ന് എനിക്ക് ഭയം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പുതുക്കി കിട്ടി. മാർച്ച് 10 ഞാൻ ഇവിടെ പുതുക്കാനായിട്ട് നിൽക്കുന്ന സമയത്താണ് ഹസ്ബൻഡ് വിളിച്ച് പറയുന്നത് എനിക്ക് പാസ്പോർട്ട് വന്നിട്ടുണ്ടെന്ന്. അതിനുശേഷം PCC വെച്ച് PCC പെട്ടെന്ന് വന്നു. പക്ഷേ അവിടെ പോകുന്നതിന് വേണ്ടി നമുക്കൊരു സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. ആ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടാൻ ഞാൻ കുറേ അന്വേഷിച്ചിട്ടും കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഉടമ്പടി പുതുക്കുന്ന സമയത്ത് ഞാൻ അമ്മയോട് 2 ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു, 21, 28 എന്ന്. അതിനുശേഷം കുറേ അന്വേഷണങ്ങൾക്കൊടുവിൽ ഒരു പ്ലേസ് നമുക്ക് കിട്ടി. നമ്മൾ അവിടെ പോയി സർട്ടിഫിക്കറ്റ് എടുക്കുകയാണ്. സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് നമ്മൾ വൗച്ചറിൽ ആ ഒരു ഡേറ്റ് എഴുതി ഒപ്പിടുമ്പോഴാണ് അന്ന് 20-ാം തീയതി അന്ന് ഞാൻ ഓർക്കുന്നത് തന്നെ. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞ ഡേറ്റ് തന്നെ അമ്മ എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നെ അനുഗ്രഹിച്ചു. അപ്പോൾ മാർച്ച് ലാസ്റ്റ് ആയതുകൊണ്ട് ഒരു സാമ്പത്തിക വർഷം തീരുവായതുകൊണ്ടും പെട്ടെന്ന് തന്നെ ലോണിൻ്റെ കാര്യങ്ങൾ ശരിയാക്കേണ്ടിയിരുന്നു. അപ്പോൾ ഞാൻ ലോണിന് വേണ്ടി കുറേ ഓടി നടന്നു. മാർച്ച് 27-ാം തീയതി ബാങ്കിൽ നിന്ന് വിളിച്ചു പറഞ്ഞു പോരെ, ലോൺ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ചെന്ന് പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും 4 മണിയായി. അപ്പോൾ അവരെന്നോട് പറഞ്ഞു നാളെ വന്നാൽ മതി പൈസയ്ക്കെന്ന് പറഞ്ഞു. അമ്മ മാതാവിനോട് പറഞ്ഞ അതേ ദിവസം തന്നെ 28-ാം തീയതി അമ്മ എനിക്ക് ആ ലോണിൻ്റെ ക്യാഷും തന്ന് എന്നെ അനുഗ്രഹിച്ചു. അതിനുശേഷം ഞങ്ങൾ ഇസ്രായേലിന് പോകാനായിട്ട് നമുക്ക് ബോംബെയിൽ 1 മാസത്തെ ക്ലാസ് ഉണ്ട്. ക്ലാസ്സിന് വേണ്ടി പോയി. പോകുമ്പോൾ ഒരു പകുതിയൊക്കെ വഴി എത്തുമ്പോഴാണ് അവിടെയുള്ള കൂട്ടുകാരൊക്കെ നമ്മൾ വിളിച്ച് പറയുന്നത് അവിടെ പ്രീ ഇൻ്റർവ്യൂ ഉണ്ട്. പ്രീ ഇൻ്റർവ്യൂ വളരെ കഠിനമാണ്. പോകുന്നവരെല്ലാം സാധാരണക്കാർ, വീട്ടമ്മമാരാണ്. നേഴ്സുമാരൊക്കെ വളരെ കുറവാണ്. കെയർ വിസയിലാണല്ലോ പോകുന്നത്. ഇവർ ചോദിക്കുന്നത് നമുക്ക് 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയെ ചോദിക്കുന്നുള്ളൂ. പക്ഷെ അവിടെ ക്ലാസ്സുകളും നമ്മൾ സംസാരിക്കുന്നത് പോലും ഇംഗ്ലീഷിലാണ്. കമ്മ്യൂണിക്കേഷൻ എല്ലാം ഇംഗ്ലീഷിൽ അവിടെ സമ്മതിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഞങ്ങൾ 10 പേര് ഒന്നിച്ചാണ് പോകുന്നത്. 9 പേരും കൂടെ കൂടിയിരുന്ന് വളരെ ആകുലപ്പെട്ട് സംസാരിക്കുകയാണ്. ഞാൻ കിടന്നുറങ്ങുമായിരുന്നു. ഉറക്കത്തിൽ എഴുന്നേറ്റുമ്പോൾ അവനോട് പറഞ്ഞ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ സിറ്റുവേഷൻ ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ചെയ്യാൻ അവിടെ ഒന്നുമില്ല. ഞാൻ അമ്മ മാതാവിൻ്റെ കാശ് കൊളുത്തിയിട്ടിന്ന് കൊന്തയെടുത്തു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം അവിടെ ചെന്നു. അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ ഇൻ്റർവ്യൂവിന് പോയി. ഏറ്റവും ലാസ്റ്റായിട്ടാണ് ഞങ്ങൾ വിളിക്കുന്നത്. ആ വിളിക്കുന്ന സമയം മുഴുവനും അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന് മുമ്പിലിരുന്നയാൾ തീരെ ചെറിയൊരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ നമുക്ക് അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് അവരോടൊരു പേടി തോന്നിയിരുന്നില്ല. അതുപോലെ തന്നെ അവർ ചോദിച്ച ഉത്തരങ്ങൾക്കൊക്കെ വളരെ കൃത്യമായിട്ട് എനിക്ക് മറുപടി പറയാൻ സാധിച്ചു. അതായത് അമ്മ മാതാവ് എനിക്ക് എൻ്റെ കൂടെ വന്നിരുന്ന് സംസാരിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. 25 വർഷങ്ങളായി ഞാൻ പഠിത്തം നിർത്തിയിട്ട്. അതിനുശേഷം ഞാൻ ഇംഗ്ലീഷിന് ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും അവർ ചോദിച്ചതിനെല്ലാം ഉത്തരം പറയാൻ സാധിച്ചത് അമ്മ മാതാവിൻ്റെ ഒരു കരുണ കൊണ്ട് മാത്രമായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വന്ന ശേഷം ഞാൻ മൂവാറ്റുപുഴ അമ്മമാരുടെ ഒരു സ്ഥാപനമുണ്ട്. അപ്പോൾ ഒരാഴ്ച അവിടെ നിൽക്കാനായിട്ട് പോയി. അവിടെ പോയി തിരിച്ചു വരുന്ന 27-ാം തീയതിയാണ്. അപ്പം മെയ് 27-ാം തീയതി എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി, 25ാമത് വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്കൊരു വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് അമ്മ തരണം കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇസ്രായേലിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ വെച്ചിരുന്നതിൻ്റെ ഒരു എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വരണം എന്നായിരുന്നു. പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഹസ്ബൻഡും കൂടെ പല ആവശ്യങ്ങൾക്കായിട്ട് പുറത്തു പോയി. അപ്പം ഞാൻ രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പം വീട്ടിൽ നിന്ന് പോകുമ്പോൾ വാഷ്റൂമിൽ പോയിട്ടാണ് പോകുന്നത്. ഒരു 2 മണിയൊക്കെയായി ഞാൻ പിന്നീട് വാഷ്റൂമിൽ പോകുമ്പം. എനിക്ക് കുറേ വർഷങ്ങളായിട്ട് ആദ്യമൊക്കെ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ആയിരുന്നു. പിന്നീട് ഫ്രീക്വൻ്റായിട്ട് യൂറിൻ പോകുന്നൊരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരസുഖം എന്ന് മാത്രമല്ല അല്പം നാണക്കേടും കൂടിയാണ്. കാരണം നമ്മളെടുത്തുന്നൊരു സ്മെല്ലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ നമ്മളെ എങ്ങനെ കാണും എന്നൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്.
പക്ഷേ അന്ന് എനിക്ക് മനസ്സിലായത് അതെനിക്ക് അമ്മ മാറ്റി തന്നു. അപ്പോൾ എൻ്റെ വിശ്വാസം, ഞാൻ അമ്മയോട് ചോദിച്ച വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് അമ്മ അന്ന് എനിക്ക് തന്നു. എനിക്ക് മനസ്സിലായ 2 ദിവസം കൂടെ കഴിഞ്ഞാന്നാണ്. പിന്നീട് അടുത്ത പുതുക്കലിന് ഇവിടെ വന്ന് പുതുക്കി. എങ്കിലും പോകുന്നതിൻ്റെ കാര്യങ്ങൾക്കൊരു തീരുമാനമാകുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അമ്മയോട് പിന്നെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക, അമ്മ ജൂലൈ 21, 28 ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ജൂലൈ 21-ാം തീയതി എൻ്റെ ഏജൻറ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഫോട്ടോയും വീഡിയോസും ഒന്നും കൂടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം, അത് പോരാ, അത് കണ്ടിട്ട് നമുക്ക് ഇസ്രായേലിൽ ജോലി കിട്ടണമെങ്കിൽ നമ്മുടെ ഫോട്ടോ വീഡിയോസൊക്കെ കണ്ട് നമ്മളെ അവിടുത്തെ ഒരു പേഷ്യൻ്റ് നമ്മളെ എടുത്താൽ മാത്രമേ നമുക്ക് അവിടെ ജോലി കിട്ടുകയുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അന്ന് ഏജൻറ്റ് വിളിച്ച് പറഞ്ഞു ഫോട്ടോയും വീഡിയോയും ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനതെല്ലാം പുതുക്കി ഇട്ട് കൊടുത്തു. 28-ാം തീയതി ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു. പ്രയർ റിക്വസ്റ്റ് ഇട്ടിട്ട് 12 മണിക്കൂർ തികയുന്നതിന് മുമ്പ് എനിക്ക് ഇസ്രായേലിൽ നിന്ന് കോള് വന്നു, ഒരു ഫാമിലിയിൽ നിന്ന്. അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു, അവർ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ വീണ്ടും അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച, അതായത് ആഗസ്റ്റ് 4-ാം തീയതി എനിക്ക് മത്താശ വന്നു. അപ്പോൾ ഇനി ഈ 2 ദിവസങ്ങളിൽ ഞാൻ വിസ പ്രതീക്ഷിച്ചിരിക്കുവാണ്. അപ്പം എന്നെപ്പോലെ വളരെ സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ, സ്വപ്നങ്ങൾക്ക് പുറകെ അമ്മയുടെ കൈയും പിടിച്ചു പോയതിൻ്റെ ഫലമാണ് ഞാൻ ഈ വിസയുടെ ചുവട്ടിൽ വന്ന് നിൽക്കുന്നത്. പരിശുദ്ധ ഈ മാതാവിനോടും യേശു തമ്പുരാനോടും എൻ്റെ നന്ദിയും കൃപയും ഞാൻ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ആദ്യമൊക്കെ പത്രം മേടിച്ചുകൊണ്ട് പോകുമ്പം എങ്ങും ഇറങ്ങിക്കൊടുക്കേണ്ടി വരാറില്ല, കടയിൽ ആൾക്കാർ വരും കൊടുക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ 2ാമത് പുതുക്കാൻ വന്നതിന് ശേഷം ഞാൻ വീടുകൾ കയറി ഇറങ്ങി അമ്മ മാതാവിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചും പത്രം കൊടുക്കാൻ എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടൊന്നും ഒരുപാട് സഹായിക്കാനില്ലെങ്കിൽ പോലും നമുക്കുള്ള ഇന്ന് അത്യാവശ്യങ്ങൾ മനസ്സിലാക്കി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം ഞാൻ കൊടുക്കുന്ന തുകയുടെ അപ്പുറത്തേക്ക് കുറച്ച് പൂജ്യങ്ങളും കൂടെ കൂട്ടിയിട്ട് അമ്മ ഓരോരോ കാര്യങ്ങൾക്കും എൻ്റെ കാര്യങ്ങൾ നടത്തി തന്നുകൊണ്ടിരുന്നു. അതുപോലെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ അമ്മമാരുടെ ഒരു വൃദ്ധസദനമുണ്ട്. അമ്മമാരുടെ അടുത്ത് പോവുകയും അമ്മമാരെ കുളിപ്പിക്കാനും അവരുടെ ഡയപ്പർ ചേഞ്ച് ചെയ്യാനും ഒക്കെ കൂടുകയൊക്കെ ചെയ്യുമായിരുന്നു. ആ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ മുമ്പ് പറഞ്ഞ സൗഖ്യം എനിക്കുണ്ടായത്. അതുപോലെ തന്നെ ആദ്യമൊന്നും ഞാൻ കൃത്യമായിട്ട് കുർബാനകളൊന്നും സംബന്ധിക്കാറില്ലായിരുന്നു. പക്ഷെ 2ാമത് വന്ന് പുതുക്കിയതിന് ശേഷം വളരെ അപൂർവമായിട്ട് എനിക്ക് കുർബാന മുടങ്ങിപ്പോയിട്ടുള്ളൂ. കൃത്യമായിട്ട് കുർബാനയ്ക്ക് പോവുകയും കുമ്പസാരിക്കാനും ബൈബിൾ വായിക്കാനും ഒക്കെ എനിക്ക് സാധിക്കുന്നുണ്ട്. അതിലൊക്കെ ഉപരി മനുഷ്യരോട് നന്നായിട്ട് പെരുമാറാനും വിദ്വേഷവും വെറുപ്പും ഒക്കെ ഉള്ളിൽ നിന്ന് മാറ്റിക്കളയാനും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അതിനെ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുകൊടുക്കാനും ഒക്കെ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് വന്ന ആത്മീയമായ മാറ്റങ്ങൾ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് മഞ്ജു ജോസഫ്. ഞാൻ കൊല്ലം ജില്ലയിലെ കൊട്ടിയം ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ജനുവരി 2025 ജനുവരി 14-ാം തീയതിയാണ്. ഞാൻ വന്നത് എൻ്റെ ചേച്ചിക്ക് കൂട്ടായിട്ടാണ് ഉടമ്പടി എടുക്കാൻ വന്നതല്ല, ചേച്ചിക്ക് കൂട്ടായിട്ടാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ നല്ല ക്യൂ ആയിരുന്നു. അപ്പം ഉടമ്പടി എടുക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ മാറി നിൽക്കുമായിരുന്നു. പിന്നെ എല്ലാവരും എടുക്കുന്ന കണ്ടപ്പോൾ അന്ന് പോയി എടുത്തേക്കാം എന്ന് വിചാരിച്ച് പോയി ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്ത് ഞാൻ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. എനിക്ക് ഒന്നും തോന്നിയില്ല. അതിനുശേഷം ഞാൻ അച്ഛൻ്റെ പ്രസംഗം കേൾക്കാൻ തുടങ്ങി, അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ കേൾക്കാൻ തുടങ്ങി, ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും ഈ എയർ ലിഫ്റ്റിംഗ് എന്ന് പറയുന്നുണ്ട്. ഞാൻ ഓർക്കും എന്താണ് ഈ എയർ ലിഫ്റ്റിംഗ്, അത് ടൈം ഷോർട്ടനിങ്, എയർ ലിഫ്റ്റിംഗ്, ഇങ്ങനെ കുറേ ടേംസ് ഞാൻ ഇവിടെ നിന്ന് കേൾക്കുവാണ്. ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തായിരിക്കും ഇത്? എന്നിട്ട് ഉടമ്പടി എടുത്തിട്ട് മാതാവേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, കൊന്ത ചൊല്ലും, ബൈബിൾ വായന, ഇവിടെ പറഞ്ഞ എല്ലാ നിബന്ധനകളും പാലിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഒന്നും സംഭവിച്ചില്ല. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് വീണ്ടും ഞാൻ പുതുക്കാൻ ഇവിടെ വന്നു. പുതുക്കാൻ വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയത്. എൻ്റെ ബ്രദറ് മസ്കറ്റിലാണ്. അപ്പം എന്നെ ടൂറിസ്റ്റ് വിസയിൽ മസ്കറ്റിലേക്ക് കൊണ്ടുപോയി. ടൂറിസ്റ്റ് വിസയിൽ പോയിട്ട് അവിടെ ചെന്ന് ഞാൻ കുറേ ആപ്ലിക്കേഷൻസൊക്കെ കൊടുത്തിട്ടും ഒന്നും ശരിയാവുന്നില്ല. അപ്പം ഞാൻ ആദ്യം ഉടമ്പടി എടുക്കാൻ വന്നപ്പം അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു എനിക്കോ ഹസ്ബൻഡിനോ ഒരു എമൗണ്ട് വെച്ചിട്ട് ഇത്രയും എമൗണ്ട് ഉള്ളൊരു സാലറി ഉള്ളൊരു ജോലി കിട്ടണമെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അവിടെ ചെന്ന് ഇൻ്റർവ്യൂ ഒന്നും വന്നില്ല. ആപ്ലിക്കേഷനൊക്കെ അയച്ചു. ടൂറിസ്റ്റ് വിസ ആയതുകൊണ്ട് തന്നെ ആരും ജോബിനൊന്നും വിളിക്കുന്നില്ല. തിരിച്ച് ടൂറിസ്റ്റ് വിസ ഫിനിഷായി തിരിച്ചു വരുന്നതിൻ്റെ തലേന്നാണ് ഒരു സ്കൂളിൽ നിന്ന് എനിക്ക് ഇൻ്റർവ്യൂ കോൾ വരുന്നത്. ഇതണക്ക് സെലക്ട് ആയിട്ടുണ്ട്, ജോബ് വിസ തരുന്നതായിരിക്കും. അപ്പം എനിക്ക് തിരിച്ച് നാട്ടിൽ വന്നാലേ ജോബ് വിസ കിട്ടുള്ളൂ. അപ്പോൾ ഈ എയർ ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞിരുന്ന ഞാൻ ഇതുവരെ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല. 10 വർഷമായി ഞാൻ BEd എടുത്തിട്ട് 10 വർഷമായെങ്കിലും ഞാൻ 10 വർഷമായിട്ട് ജോലിക്ക് പോകുന്നില്ലായിരുന്നു. മോൻ സുഖമില്ലാത്തത് കൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ മോനെ നോക്കിയിരിക്കുമായിരുന്നു. ഈ 10 വർഷത്തിന് ശേഷമാണ് ഇത്രയും മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. തിരിച്ച് ഞാൻ നാട്ടിൽ വരുന്നു, വീണ്ടും ഫ്ലൈറ്റ് കയറി അവിടെ പോകുന്നു, ജോബ് വിസ കിട്ടുന്നു, വീണ്ടും ഒരു എക്സിറ്റ് കൂടി എടുത്ത് ഞാൻ ഫുൾ ഫ്ലൈറ്റിലായിരുന്നു. എയർ ലിഫ്റ്റിംഗ് എന്താണെന്ന് ആലോചിച്ചിരുന്ന എനിക്ക് ഞാൻ ഫുൾ ഫ്ലൈറ്റിലാണ്. 4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഫ്ലൈറ്റിൽ പോയി. അവിടുത്തെ ഇന്ത്യൻ സ്കൂളല്ല, ഒമാനി സ്കൂൾ, മസ്കറ്റിലാണ് എനിക്ക് ജോലി കിട്ടിയത്. ഒമാനി സ്കൂളിലാണ്. ഒമാനി സ്കൂളിൽ അവിടെ എല്ലാവരും അറബിക്കാണ്. ഞാൻ മാത്രമേ ഉള്ളൂ മലയാളിയല്ല, ഇന്ത്യനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പാകിസ്ഥാൻ, ഈജിപ്ഷ്യൻ, ടുണേഷ്യ, അങ്ങനെ പല പല കൺട്രീസിലുള്ളവരാണ്. അപ്പം അവിടെ ചെന്നിട്ട് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയില്ല. അത്രയ്ക്ക് പാടായിരുന്നു. എനിക്ക് അറബിക്ക് അറിയത്തില്ല, കുഞ്ഞുങ്ങളോട് എങ്ങനെ സംസാരിക്കണം എന്നറിയത്തില്ല. ഞാൻ ഇംഗ്ലീഷാണ് പഠിപ്പിക്കാൻ ചെന്നത്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. തിരിച്ച് എനിക്ക് നാട്ടിൽ പോകണം. അപ്പം കുഞ്ഞിനെയും ഹസ്ബൻഡിനെയും വിട്ടിട്ടാണ് ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. എൻ്റെ ബ്രദറും ഫാമിലിയും അവിടെ ഉണ്ടെങ്കിൽ പോലും ഞാൻ തിരിച്ച് എനിക്ക് ജോലി ശരിയാവില്ല എന്ന് വിചാരിച്ച് കരച്ചിലായി. അങ്ങനെ ഞാൻ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിക്കുക, എനിക്ക് മാതാവ് തന്നൊരു അവസരമാണിത്. മാതാവ് എനിക്കായിട്ടൊരു അവസരം തന്ന് ഞാനത് കളയണമോ വേണ്ടയോ? എല്ലാവരും പറഞ്ഞു നിനക്ക് പറ്റത്തില്ലെങ്കിൽ തിരിച്ച് വന്നോളൂ, നാട്ടിൽ തിരിച്ച് വന്നോളൂ, ആരും ഒന്നും പറയില്ല, തിരിച്ച് വരാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് മാതാവ് തന്നൊരു അവസരമാണ്. അത് 10 വർഷത്തിന് ശേഷമാണ് ഞാനൊരു ജോലിക്കായിട്ട് ഇറങ്ങാൻ പോകുന്നത്. ഞാനിത് കളയണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു. അപ്പം മാതാവ് എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഈശോയുടെ പീഡാസഹനം. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, മാതാവ് എന്തുമാത്രം വേദന സഹിച്ചിട്ടുണ്ടാവും മകനെ പിരിഞ്ഞിരിക്കുന്നു, മകൻ്റെ ആ വേദന കണ്ടിട്ടും. ഞാൻ എപ്പോഴും കുഞ്ഞിലേ മുതലേ ഞാൻ മാതാവുമായിട്ട് ഒത്തിരി സംസാരിക്കുന്നതല്ല, ഞാൻ എല്ലാ കാര്യങ്ങളും മാതാവിനോട് പറഞ്ഞിട്ടേ ചെയ്യത്തുള്ളൂ. കാരണം എനിക്ക് അമ്മയില്ല, ഞാൻ അമ്മയെ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് പറയാനായിട്ട് ആരുമില്ലാതെ ഞാൻ എല്ലാം മാതാവിനോടാണ് ഇങ്ങനെ എല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കാര്യവും ഞാൻ മാതാവിനോട് ഷെയർ ചെയ്തു. മാതാവ് തന്ന ജോലിയാണോ, ഞാനിത് കളയണമോ, തിരിച്ച് നാട്ടിൽ പോകണോ? അപ്പം എനിക്ക് ഇതാണ്. അപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഇല്ല, ഈശോയുടെ സഹനത്തോട് ഞാനിത് ചേർത്ത് വയ്ക്കുവാണ്, ഞാനിവിടെ കണ്ടിന്യൂ ചെയ്യുക. പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം, അല്ലെങ്കിൽ എൻ്റെ ഒരു അക്കാഡമിക് ലൈഫിൽ വന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കമ്പ്യൂട്ടർ കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അതിലെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അതെല്ലാം ഞാൻ പെട്ടെന്ന് പഠിക്കുവാണ്. അതേപോലെ ഒമാനി സ്കൂളായതുകൊണ്ട് തന്നെ എല്ലാ മാസവും അവിടെ ഇൻസ്പെക്ഷന് വരുമ്പോൾ നമ്മൾ കറക്റ്റായിട്ടല്ല ക്ലാസ് എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മളെ തിരിച്ച് വരെ പറഞ്ഞു വിടാം. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ തലേന്നിരുന്ന് ഞാൻ ഫുൾ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി രാവിലെ എല്ലാവരും വരുന്നതിന് മുമ്പ് രാവിലെ പോയി ക്ലാസ്സിൽ ചുറ്റും വിതറും. ഞാൻ ഏത് ക്ലാസ്സിലാണോ ക്ലാസ് എടുക്കേണ്ടത് അവിടെ പോയി ഉടമ്പടി ഉപ്പ് വിതറും. മാതാവേ എൻ്റെ കൂടെ വരണേ, എനിക്കറിയത്തില്ല, അവരെന്താ പറയുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയി ക്ലാസ് എടുത്ത് എല്ലാ ഇൻസ്പെക്ഷനും എനിക്ക് വെരി ഗുഡ് അവരെല്ലാം വെരി ഗുഡ് പറഞ്ഞാണ് പോയിക്കൊണ്ടിരുന്നത്. അത് കഴിയുമ്പോൾ എൻ്റെ റൂംമേറ്റ് ഒരു പാകിസ്ഥാനിയാണ്. അപ്പം റൂംമേറ്റ് എൻ്റെ അടുത്ത് ചോദിക്കും, നീ എന്താ ഈ ഡിഫറെൻറ്റ് കളർ മെഴുകുതിരി വെച്ച് ഈ പ്രാർത്ഥിക്കുന്നത്, സ്പെഷ്യൽ പ്രെയർ ആണോ എന്ന് ചോദിക്കും. ഞാൻ പറയും അതെ, സ്പെഷ്യൽ പ്രെയർ ആണ്. അപ്പോൾ അവൾ നോക്കുമ്പോൾ ഞാൻ ഗ്രീൻ ക്യാൻഡിൽ വയ്ക്കുന്നു, ബ്ലൂ ക്യാൻഡിൽ വയ്ക്കുന്നു. അപ്പം അത് ചോദിക്കും, നിൻ്റെ ഗോഡ് ഭയങ്കര പവർഫുൾ ആണല്ലോ. ഞാൻ അതെ പവർഫുള്ളാണ്, നിനക്കും എന്തെങ്കിലും സാധിക്കണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറയും. അതിനുശേഷം അതിന് എന്തെങ്കിലും ഡിഫിക്കൽട്ട്, ഇത് കണക്ക് ഇൻസ്പെക്ഷനോ എന്തെങ്കിലും വരുമ്പോൾ എന്നോട് പറയും, നീ ഒന്ന് പ്രെയർ ചെയ്യണേ. അപ്പം ഞാൻ ഓക്കെ, ഞാൻ പ്രെയർ ചെയ്യുന്ന കണ്ടിട്ടാണ് അവർക്ക് വീണ്ടും അവർക്കും വിശ്വാസം വരാൻ തുടങ്ങി. അവർ
ഞാൻ ഫസ്റ്റ് ചെല്ലുമ്പോഴൊന്നും അവർ പ്രാർത്ഥിക്കാനോ ഒന്നും മുൻകൈ എടുത്ത് ഇരിക്കത്തില്ല. അതായത് അവർ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഇടയ്ക്ക് മാത്രം ഒന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ എൻ്റെ ഈ പ്രാർത്ഥന കണ്ട് ഞാൻ രാവിലെയും വൈകിട്ടും എല്ലാം ഈ പ്രാർത്ഥിക്കുന്ന കണ്ടിട്ട് അവൾക്കും കൂടെ ഇൻസ്പിറേഷൻ കയറിയിട്ട് അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന സാലറി അതിൻ്റെ ഇരട്ടിയാണ് മാതാവ് എനിക്ക് തന്ന് സഹായിച്ചത്. ഞാൻ ഇത്രേ വെച്ചോളൂ, എനിക്കോ ഹസ്ബൻഡിനോ ഇത്രേ എമൗണ്ടിൽ ഒരു സാലറി ഉള്ളൊരു ജോലിയെന്നേ ഞാൻ വെച്ചിട്ടുള്ളായിരുന്നു. പക്ഷേ അതിൻ്റെ ഇരട്ടിയായിട്ടാണ് മാതാവ് എനിക്ക് തന്ന് സഹായിച്ചത്. പിന്നെ എനിക്ക് വെയിലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം മൈഗ്രെയിൻ, അവിടെ 40-42 ഡിഗ്രിയൊക്കെയാണ് ചൂട്. ആ വെയിലത്ത് ചിലപ്പോൾ നമുക്ക് ബസ് ഡ്യൂട്ടി ഇടുമ്പോൾ നമ്മൾ ഈ വെയിലത്ത് വേണം കുഞ്ഞുങ്ങളുടെ കൂടെ ബസ്സിൽ പോകാനായിട്ട്. അതിനുശേഷം എനിക്ക് മൈഗ്രെയിൻ, ഞാനിതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല. ഇയർ ബാലൻസിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു, മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ എപ്പം മാറിയെന്ന് പോലും ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ ഫുൾ ടൈം എന്ത് പ്രശ്നം വന്നാലും ഞാൻ മാതാവിനോടും ഈശോയോടും പറയും. മാതാവും ഈശോയും എൻ്റെ കൂടെ ഉള്ളതുപോലെയുള്ള അനുഭവമാണ്. ഞാൻ അവിടെ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. ഹോസ്റ്റലിൽ എല്ലാവർക്കും ഒരു റൂമിൽ 2 പേര് വെച്ച്. അപ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ അവർക്ക് മനസ്സിലാവത്തില്ല. അവർ അറബിക്കോ ഹിന്ദിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ മലയാളത്തിൽ പോലും എനിക്ക് അവിടെ സംസാരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ എല്ലാം മാതാവിനോടും ഈശോയോടുമാണ് ഷെയർ ചെയ്യുന്നത്. ഞാൻ എന്ത് ചെയ്യണം, ഇന്നിങ്ങനെ സംഭവിച്ചു, നാളെ നമ്മൾ എന്ത് ചെയ്യും, എല്ലാം മാതാവ് എനിക്ക് ഉത്തരം തന്നുകൊണ്ടിരുന്നു. അത് ഏത് രീതിയിൽ എങ്ങനെയെങ്കിലും എന്നെ സഹായിച്ചിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റം സംഭവിച്ചത് ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. ആദ്യത്തെ പുതുക്കലിലൊന്നും സംഭവിച്ചില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഉഴപ്പരുത്. എൻ്റേത് രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോഴാണ് എനിക്ക് ഇത്രയും അനുഭവങ്ങളുണ്ടായത്. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി അർപ്പിക്കുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞങ്ങളൊരു കൊല്ലത്ത് തന്നെ ഒരു സംഘടനയുണ്ട്. അപ്പം അവിടെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് നേരിട്ട് പോയി ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അവർ അറിയിക്കും, കുട്ടികൾക്ക് ഇങ്ങനെ ഇത്രയും എമൗണ്ട് ആവശ്യമുണ്ട്, പാത്രത്തിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ ആവശ്യമുണ്ട്, സ്കൂൾ ബാഗിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ എമൗണ്ട് ഇടും. പിന്നെ പത്രം, ഞാൻ ഇവിടെ ആയിരിക്കുമ്പോൾ ഞാൻ എവിടെ പോയാലും ഒരു 5 പത്രം എൻ്റെ കയ്യിൽ കാണും. ഇവിടെ വന്ന് 3 കെട്ട് പത്രമൊക്കെ മേടിച്ചിട്ട് പോയി എവിടെ പോയാലും ഞാൻ ഈ പത്രമായിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ ഞാനത് ഈ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട്, ചിലപ്പം ആരെങ്കിലുമായിട്ട് പോകുന്നതായിരിക്കും ഹോസ്പിറ്റലിൽ, അല്ലെങ്കിൽ ഞാൻ തന്നെ ഹോസ്പിറ്റലിൻ്റെ വാതിലിലും വരാന്തയിലും എല്ലാം നടന്ന് റോഡിലൂടെ ചിലപ്പോൾ എൻ്റെ മോനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നാണ് കൊടുക്കുന്നത്. നടന്ന് പോയി പത്രം കൊടുക്കും. പിന്നെ എനിക്ക് ഫുഡ് കൊടുക്കാൻ പറ്റാതെ ഞാൻ അവിടെ ഹോസ്റ്റലിൽ ചെയ്തൊരു കാര്യമെന്ന് വെച്ചാൽ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടി, അവരുടെ 2 മക്കളാണ്, അതിലൊരു കുഞ്ഞിന് സുഖമില്ലാത്തതാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുവാണെങ്കിൽ അവൾക്കും കൂടെ ഉണ്ടാക്കും. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് ഞാൻ അവളെ വിളിച്ച് പറയുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരണ്ട, ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അവൾക്കുള്ള ഫുഡും കൂടി ഞാൻ എടുത്ത്. പക്ഷേ അറബിക്കിന് നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഫുഡ്, കാരണം അവർ കഴിക്കില്ല, നമ്മൾ എന്ത് കൊടുത്താലും അവർ കഴിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ എൻ്റെ കൂടെയുള്ള എൻ്റെ പാകിസ്ഥാൻ കൊച്ചിന് ഞാനിങ്ങനെ ഫുഡ് ഉണ്ടാക്കി അവൾക്കും കൂടെ കൊണ്ടു കൊടുക്കും. എന്നിട്ട് ഞാൻ ഇതെല്ലാം പറയും, മാതാവേ ഈശോയെ അങ്ങയുടെ മഹത്വത്തിനായി ഞാനിത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓരോ പ്രവൃത്തിയും ചെയ്തുകൊണ്ടിരുന്നത്.